സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ ഒന്നാം ചരമവാർഷിക ദിനമാണ്. ജൂലൈ 21 തീയതിയാണ് അദ്ദേഹം നമ്മെ വിട്ടുപോയത്. അത് പൂർണ്ണമായി ശരിയല്ല. കാരണം അദ്ദേഹം വളരെ കാലമായിട്ട് രോഗാതുരനായിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഹൃദയം മിടിച്ചിരുന്നു, ശ്വാസോച്ഛ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹം കർമ്മനിരതനല്ലാതായി തീർന്നിട്ട് 5 or 6 അതിലധികമോ വർഷങ്ങളായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ഉണ്ടായത് എന്ന് മാത്രമേ ഉള്ളൂ. സഖാവ് അച്യുതാനന്ദനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ പഴയ തലമുറയിലെ ത്യാഗാധനരായ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹം കൃഷ്ണപിള്ളയുടെയും സോളമൻ്റെയും അതുപോലെ കെ വി പത്രോസിൻ്റെയും കാലത്ത് പാർട്ടി പ്രവർത്തനം തുടങ്ങിയ ആളാണ്. പുന്നപ്പുറ വയലാർ സമരകാലത്തും അദ്ദേഹം സജീവമായിട്ടുണ്ടായിരുന്നു. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെയും ആലപ്പുഴയിലെ കയർ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ്. വളരെ ചെറിയ പ്രായത്തിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയ ആളാണ്. കേന്ദ്ര കമ്മിറ്റി അംഗമായ ആളാണ്. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന 24 പേരിൽ അവശേഷിച്ച ഏക വ്യക്തിയായിരുന്നു. അദ്ദേഹവും വിട പറഞ്ഞതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഒരു അധ്യായം അവസാനിച്ചു എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. വി എസ് അച്യുതാനന്ദനെ കേരളം ഓർമ്മിക്കുന്നത് ഒരു പോരാളിയായിട്ടാണ്. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ചെയ്ത സേവനങ്ങളെക്കാൾ കാണപ്പെട്ടതായിരുന്നു സംസ്ഥാനത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വളരെ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിയത്. മറ്റാരും ഏറ്റുപിടിക്കാനില്ലാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഏറ്റുപിടിക്കും. പ്രകൃതിയുടെ കാര്യത്തിലാണെങ്കിലും ആദിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയാണെങ്കിലും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിലും ഒക്കെ വളരെയധികം ശബ്ദമുയർത്തിയ നേതാവായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് ജനഹൃദയങ്ങളിൽ വലിയ ഒരു സ്വീകാര്യത കിട്ടിയത്. അങ്ങനെയാണ് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ വി എസ് അച്യുതാനന്ദൻ ഒരു അവഗണിക്കാനാകാത്ത ശക്തിയായിട്ട് മാറിയത്. 2006 തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ വി എസിൻ്റെ വ്യക്തിപരമായ വിജയമായിരുന്നു. 2011 ഇടതുമുന്നണിയെ വിജയത്തിന് തൊട്ടടുത്ത് വരെ എത്തിച്ചതും വി എസ് ആയിരുന്നു. 2016 അദ്ദേഹം തന്നെയാണ് തെരഞ്ഞെടുപ്പ് നയിച്ചത് നമുക്കറിയാം. പക്ഷേ മുഖ്യമന്ത്രിയായത് മറ്റൊരാളായിരുന്നു. 2016 ശേഷം അദ്ദേഹം അവഗണിക്കപ്പെട്ടു, തടയപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. 2020 ആകുമ്പോഴത്തേക്കും അദ്ദേഹം തീർത്തും ശയ്യാവലംബിയായി കഴിഞ്ഞു. പിന്നീട് പൊതുരംഗത്ത് അദ്ദേഹത്തിന് കാര്യമായ പ്രവർത്തനം നടത്താൻ പറ്റിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2025 അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ഉണ്ടായതെങ്കിലും 2019 അവസാനം തന്നെ അദ്ദേഹം ഒട്ടും കർമ്മനിരതനല്ലാത്ത സാഹചര്യത്തിലെത്തിയിരുന്നു. 100 വയസ്സിലധികം ജീവിച്ച ആളാണ് അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റേത് അകാല ചരമം എന്ന് പറയാൻ പറ്റിയില്ല. പക്ഷേ കേരളത്തിന് വലിയ നഷ്ടമായിരുന്നു. ഇപ്പോഴും ആഘാതത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഇടതുപക്ഷ മനസ്സുള്ള ആളുകളോ മുക്തരായിട്ടില്ല, മോചിതരായിട്ടില്ല. ഒന്നാം ചരമവാർഷികത്തിൽ നമ്മൾ അദ്ദേഹത്തെ എങ്ങനെ ഓർമ്മിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയ അപജയം സംഭവിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി മാത്രമല്ല, അത് താരതമ്യേന നിസ്സാരമാണ്. 10 കൊല്ലം ഭരിച്ച സർക്കാരിനോട് ജനങ്ങൾക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന വിപ്രതിപത്തിയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അതിനേക്കാൾ ഉപരി ഇടതുപക്ഷ മൂല്യങ്ങൾ, ഇടതുപക്ഷ രാഷ്ട്രീയ സദാചാരം എന്നിവയ്ക്ക് ഉണ്ടായ അതിഭയങ്കരമായ ചോർച്ചയാണ്. അതിനുണ്ടായ ജീർണതയാണ്. പാർട്ടിയുടെ ഘടനയിലുണ്ടായ തകർച്ചയാണ്. നേതാക്കന്മാർക്ക് തമ്മിൽ വിശ്വാസമില്ലാതായ അവസ്ഥയാണ്. അതാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അപ്രസക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ മറ്റെല്ലാ ഭാഗത്തും ഇടതുപക്ഷം അപ്രസക്തമായപ്പോഴും ഈ കേരളത്തിൽ അത് പ്രസക്തമായിരുന്നു. അവർക്ക് ഭരണാധികാരം വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭരണാധികാരം നഷ്ടപ്പെട്ടു. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ സംവിധാനം ജീർണിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ തുരുമ്പൊടിച്ചിരിക്കുന്നു. പാർട്ടി നേതാക്കന്മാർക്ക്, പാർട്ടി പ്രവർത്തകർക്ക് പാർട്ടി അച്ചടക്കമില്ലാതായിരിക്കുന്നു. പാർട്ടി ഏതേത് മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ രോഗാതുരമായ ഒരു ശരീരമാണ് ഇന്ന് പാർട്ടിക്കുള്ളത്. ശരീരത്തിന് മാത്രമല്ല, അതിൻ്റെ മനസ്സിന്, അതിൻ്റെ ആത്മാവിന് തന്നെ തുരുമ്പെടുക്കുകയോ അല്ലെങ്കിൽ ഉച്ചുകുത്തുകയോ ചെയ്തിരിക്കുന്നു. ഇതാണ് ഇടതുപക്ഷം നേരിടുന്ന വലിയൊരു വെല്ലുവിളി. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വലിയൊരു തിരുത്തൽ ശക്തിയായിരുന്നു വി എസ്. വി എസ് പോയതിന് ശേഷമാണ് ഈ ജീർണത കൂടുതൽ പ്രകടമായത്. പാർട്ടി സംവിധാനം കൂടുതൽ ശിഥിലമായത്. വി എസിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിവസം നമ്മൾ ഓർക്കേണ്ടത് വി എസ് എന്ന് പറഞ്ഞാൽ പോരാളിയാണ്. കേരളത്തിലെ ഇടതുപക്ഷ മനസ്സിന്, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ദിശാബോധം നൽകിയ ശക്തനായ ഒരു പോരാളിയായിരുന്നു സഖാവ് വി എസ് അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ വിയോഗം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിന് തന്നെ ഒരാഘാതമായിരുന്നു.
പിന്നെ കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് നടന്ന ഒരു അസുഖകരമായ സംഭവം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇന്ത്യ ഗവൺമെൻറ് പത്മവിഭൂഷൺ കൊടുത്ത് ആദരിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ പാർട്ടി, അദ്ദേഹത്തിൻ്റേതായിരുന്ന പാർട്ടി, അല്ലെങ്കിൽ എല്ലാ തരത്തിലും അദ്ദേഹത്തെ തമസ്കരിച്ച പാർട്ടിയുടെ നേതാക്കന്മാർ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തി ആ പുരസ്കാരം വാങ്ങുന്നതിൽ നിന്ന് അവരെ വിലക്കിയതുമായിരുന്നു. പാർട്ടിക്കാരുടെ കയ്യിലിരിപ്പ് വെച്ച് നോക്കുമ്പോൾ, തരവഴി വെച്ച് നോക്കുമ്പോൾ അത് അസ്ഥാനത്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവരെ കൊണ്ട് ഇത്തരങ്ങളിൽ ചെയ്യാൻ പറ്റൂ. ഇനി കേന്ദ്ര ഗവൺമെൻറ്റിന് പത്മവിഭൂഷൺ ലഭിച്ചാലും അത് നിരാകരിച്ചാലും വി എസിന് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഒരു സ്ഥാനമുണ്ട്. അത് എക്കാലവും അതുപോലെ തന്നെ നിലനിൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം. സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് വിട. ലാൽ സലാം.